നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി ഭാസ്കരൻ മാഷിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തനിമ കലാസാഹിത്യവേദിയായ കൊടുങ്ങല്ലൂർ ചാപ്റ്റർ അവതരിപ്പിക്കുന്ന ഭാസ്കരൻ മാഷും മാപ്പിളശീലുകളും എന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ തന്നെയാണ് എൻ്റെ പുസ്തകങ്ങളുടെ കവർ പ്രകാശനവും നടത്തുന്നത്. ആ കവർ പ്രകാശനം നടക്കേണ്ടതുണ്ട്. ആ 3 പുസ്തകത്തിൻ്റെ പ്രകാശനം 3 പേര് ചേർന്നിട്ട് സൂര്യൻ സത്യൻ അവர்களுം അതുപോലെ കെ ഗംഗാധരൻ മാഷ് പെട്ടെന്ന് എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം അവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നദിയാണ് 3 പുസ്തകം തുടർച്ചയായിട്ട് ഒന്നിച്ച് തന്നെ പ്രകാശനം ചെയ്യപ്പെടാൻ വേണ്ടി തയ്യാറാക്കി എടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഞാൻ പിന്നീട് ആ പുസ്തകത്തെ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മുകളിൽ പറയാം. എന്തായാലും നിസ നാസറിനും അദ്ദേഹത്തെ അനുധാവനം ചെയ്തിട്ടുള്ള പ്രീതമൻ നാസർ സാഹിബിനും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തനിമ കലാസാഹിത്യവേദിയുടെ മുഴുവൻ പ്രവർത്തകരെയും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഴയ ചാപ്റ്ററിൽ തന്നെയാണ്. പഴയ ചാപ്റ്ററിൻ്റെ അവസാന പരിപാടികൾ എന്തായിരിക്കണം ഒരു കലാകാരൻ എന്ന ഒരു ചോദ്യമാണ്. അത് കേൾക്കുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ. ഈ ഘട്ടത്തിൽ നമ്മളത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ചരിത്രമാകാൻ പോകുന്നു എന്ന് തന്നെയാണ്. നമ്മളറിയാതെ തന്നെ ഈ ആട് സിനിമയിൽ സജൂബ് പറയുന്ന പോലെ നമ്മളറിയാതെ തന്നെ നമ്മൾ അപൂർവമെന്ന് പറഞ്ഞ പോലെ നമ്മളറിയാതെ തന്നെ നമ്മളൊരു ചരിത്രമായി മാറുകയും ചെയ്യും. അതിൽ നിന്ന് ആരും മാറ്റി നിർത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ നിർണായക ഘട്ടത്തിൽ വളരെ റീസെൻ്റായിട്ടുള്ള ഒരു സംഗതി പറഞ്ഞുകൊണ്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യാം. എമ്പുരാൻ സിനിമ, ആ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു മുഖ്യധാരയിൽ സിനിമയുമായി മാത്രം, സിനിമ എന്നുള്ള ഒരു ബിസിനസ്സിനെ മാത്രം സംസാരിക്കുകയും ചിന്തിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യധാര കച്ചവട സംഘമാണ് അതിന് പിന്നിലുള്ളത്. അവാനി പോലെ സവർക്കറെ ഗ്ലോറിഫൈ ചെയ്തുള്ള സിനിമകളെടുത്ത ആളുകൾ, കുഞ്ഞാലിമരക്കാരുടെ പറമ്പിക്കണ്ട സിംഹം എന്ന രീതിയിൽ കുഞ്ഞാലിമരക്കാരുടെ ചരിത്രത്തെ വികലമാക്കി വല്ലാത്തൊരു രീതിയിൽ അവതരിപ്പിക്കുകയും ആ ഒരു ഇനിയൊരു സിനിമക്കുള്ള സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ അതിനെ ആ സബ്ജക്റ്റ് തന്നെ നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുള്ള ഒരു കച്ചവട സംഘമാണ്. പക്ഷേ അവർ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബിംബം, ഒരു റഫറൻസ് എത്രത്തോളം ഇന്നത്തെ ഭരണാധികാരികൾക്ക്, ജനാധിപത്യത്തിൻ്റെ ശത്രുക്കൾക്ക് അത് എത്രത്തോളം അവർക്ക് ആഘാതം സൃഷ്ടിച്ചു നമ്മൾ ആലോചിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളറിയാതെ ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. അവരറിയാതെ തന്നെ ഫാസിസ്റ്റ് വിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു, മോഹൻലാലിന് ജിഹാദി എന്താ പറയുന്നത്. എങ്ങനെയാണ് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. കൊറോണ പാത്രം കിട്ടിയാൽ കൊറോണ പോകുന്ന പ്രചരിപ്പിച്ച വ്യക്തിയാണ് മോഹൻലാൽ, ബ്ലോഗ് ചെയ്ത വ്യക്തി. നമുക്ക് നോട്ടസാദിൻ്റെ സമയത്ത് ക്യൂ നിന്ന് ആളുകൾ തളർന്നു വീണ് മരിച്ച സമയത്ത് രാജ്യത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടതുണ്ട് എന്ന് ബ്ലോഗ് എഴുതിയ ആൾ, അതിനെ ന്യായീകരിച്ച ഇന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഈ ഭരണകൂടത്തെ വളരെ പ്രത്യക്ഷമായി തന്നെ അനുകൂലിക്കുകയും പരോക്ഷമായി ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവാണെന്ന് പല രീതിയിലും ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള കേരളത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ. പക്ഷെ അയാളുടെ സിനിമയിൽ കൂടെ തന്നെ ഫാസിസത്തിന് അലോസരം സൃഷ്ടിക്കുന്ന ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, ഒരു ദൈവ നിയോഗമാണ്, ഒരു കാവ്യ രീതിയാണ്. ഒരുപക്ഷെ അദ്ദേഹമല്ല ആ സിനിമയിലെങ്കിൽ ഇത്രയും ഇത് ആകുമായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഒരു സിനിമ, ഒരു കലാരൂപം എന്ന് പറയുന്നത് ഒരു ചരിത്രമാകുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞത്. വലിയ അഭിമാനമായ നമ്മുടെ നിസാറിൻ്റെ 3 പുസ്തകങ്ങളുടെ കവർ പ്രകാശനം, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് കവറാണ്.
ഒക്കുന്നത് ഈ കഥാകാരിയെ ഒന്ന് പരിചയപ്പെടുത്തുക, എഴുത്തുകാരിയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ അവിടെയും നമ്മൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും നമുക്കുണ്ടായിരുന്നില്ല. ഇനി വളരെ അടുത്ത ദിവസങ്ങളിലാണ് ഈ ഒരു സംഭവം അറിയുന്നത്. ഇങ്ങനെ 3 പുസ്തകങ്ങൾ ഇപ്പോൾ ഉടനെ തന്നെ പുറത്തിറങ്ങാൻ പോകുന്നു. 2001 മുതൽ എഴുതുകയും അന്നത്തെ മാധ്യമ പത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും നിരവധി അവാർഡുകളും ആദരങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയും ഗൾഫിലും നാട്ടിലും ഒക്കെ ആയിട്ട് ഒരു സാഹിത്യകാരി ആയിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. എഴുത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായ വാക്കുകളെ തേടി കണ്ടുപിടിച്ച് എടുത്ത് അത് തൻ്റെ രചനകളിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നിസ സ്വീകരിച്ച് വന്നിട്ടുള്ളത്. നിറങ്ങളിലേറെ നീരാടുമെന്നാലും നേരിൻ്റെ നീരിലോടും നാരായമാണ് എനിക്കിഷ്ടം. ഇങ്ങനെ കവിത എന്ന് വെറുതെ പേരിട്ടുകൊണ്ട് കുറച്ച് വാചകങ്ങൾ എഴുതി വെക്കുന്നതിന് പകരം കൃത്യമായും ഒറ്റ വരി കേൾക്കുമ്പോൾ തന്നെ ഇതൊരു കവിതയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കവിതകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പേരുകൾ, ഈ കവിതയ്ക്ക് കൊടുക്കുന്ന ടൈറ്റിൽ തന്നെ മറ്റൊരു കവിതയായി മാറുന്ന രചനകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നല്ല കവിതകളെ കൂട്ടുകാരിയായും പൂക്കളായും ഭംഗിയുള്ള പൂമ്പാറ്റകളെ പോലെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആണ് നാസർ. അദ്ദേഹത്തിൻ്റെ പല വാക്കുകൾ ഭാഷയിൽ നിന്ന് എടുത്തിട്ട് പ്രയോഗിക്കുന്ന വാക്കുകൾ പലതും നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളൊക്കെ അതിന് മുമ്പ് ഒരിക്കലും പരിചയപ്പെട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ കടന്നു വരാറുണ്ട്, കാണാറുണ്ട്. അതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ആ വാക്കുകളൊക്കെ ചിലതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും, കാരണം ഇത് മറന്നു അത്രയും റയറായിട്ടുള്ള വാക്കുകളൊക്കെ. ഘട്ടത്തിലടച്ച പ്രണയം എന്നൊക്കെയാണ് ചില കവിതകളുടെയൊക്കെ ടൈറ്റിൽ. വളരെ വളരെ പൂർവമായ വാക്കുകളിലൂടെ കടന്നു പോകുന്ന, അത് തെരഞ്ഞു കണ്ടുപിടിക്കുന്ന ഒരു രീതി സ്വീകരിച്ചതായിട്ട് നമുക്ക് പല കവിതകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. കവർ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത് 3 ഒന്ന് പരിണയം, അതുപോലെ വിവിധ തരം പ്രണയത്തിൻ്റെ വിവിധ ഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന കവിതയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ആനുകാലികമായ ചിന്തനങ്ങൾ അടങ്ങിയ മറ്റൊരു പുസ്തകം. ഇനി ഒന്ന് മലയാള ഭാഷയിലെ ഓരോ അക്ഷരങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന കവിതകൾ, അതുപോലെ പ്രാസസംബന്ധമായ കവിതകൾ കൂടിയാണ് ഇന്ന് ഇവിടെ കവർ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. തനിമയ്ക്ക് നമ്മുടെ ഒരു ചാപ്റ്ററിന് ഇത്തരം ഒരു വ്യക്തിത്വത്തെ ലഭിച്ചു എന്നത് തന്നെ നമുക്ക് വളരെയധികം ഭാഗ്യമായും അഭിമാനത്തോടെയും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ വെച്ചിട്ട് ഈ ഒരു കവർ പ്രകാശനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഞങ്ങളുമായിട്ട് അങ്ങനെ കണ്ടുമുട്ടാൻ ഇടയായതിൽ അങ്ങേയറ്റം സന്തോഷം അറിയിക്കുന്നു. മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങൾ കൊണ്ടും എഴുതിയ പ്രാസകവിതയുടെ കവർ പ്രകാശനം ചെയ്തത് പ്രശസ്ത കാഥികനായ സൂരജ് സത്യൻ സാറാണ്. അതുപോലെ ഉജ്ജ്വല ജലധി തരംഗ എന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ ആസ്പദമാക്കി എഴുതിയ കവിത തനിമയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ചെയ്തു. വേറൊന്നുണ്ടായിരുന്നത് പ്രണയ പരിണായമാണ്. അത് കൊടുങ്ങല്ലൂർ ചാപ്റ്റർ പ്രസിഡൻ്റാണ് ചെയ്തത്. കൂടെ ഇക്കയുമുണ്ടായിരുന്നു. എഴുത്തിലോട്ട് വന്നത് ചെറിയ ക്ലാസ്സിലാണ്. സുശ്യാമ ടീച്ചർ നമ്മുടെ സാഹിത്യ സമാജത്തിൽ എന്തോ എഴുതിച്ചതായി തോന്നുന്നു. അങ്ങനെ ഒരു കഥയാണോ കവിത ഒന്നും അറിയില്ലായിരുന്നു, എന്തോ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ 2001 ഒരു പൂർണ്ണമായ ഒരു കവിത എഴുതുന്നത്. അതൊരു ഖുർആനാസ്പദമാക്കിയിട്ടാണ്. അതന്ന് ഒരു ചെറിയൊരു ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുകയും പത്രത്തിലൊക്കെ വരികയൊക്കെ ചെയ്തു. പിന്നെ ഒരു കഥയാണ് എഴുതുന്നത്. ഒന്നും എഴുതണമെങ്കിൽ ഞാനൊന്നും ആ സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഉൾപ്രേരണ കൊണ്ട് എഴുതാന്നുള്ളതാണ് മാത്രമാണ്. അപ്പോൾ കഥ എഴുതിയ സമയത്ത് അന്ന് ആരാമത്തിന് അയച്ചു കൊടുത്ത്. കാരണം ആളെ ആ സമയത്ത് ചെറുതാണെങ്കിൽ വായിക്കുന്നതൊക്കെ വലുതാണ്. വീട്ടിൽ പുസ്തകത്തിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. നല്ല പുസ്തകങ്ങൾ യഥേഷ്ടം വായിക്കാം. കഥ എഴുതിയിട്ട്
ആരാമത്തിന് അയച്ചു കൊടുത്തപ്പോൾ 3 മാസം കൊണ്ട് വരുമെന്ന് പത്രാതി വരെ ഇത് വന്നു. ചെറിയ പ്രായമാണ്, ഭയങ്കര സന്തോഷം, വലിയ ബുക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാമം കുറച്ച് വലിയ ബുക്കാണ്. അപ്പോൾ പിന്നെ 3 മാസം കാലം ജസ്റ്റ് അന്നെന്തോ അത് വന്നില്ല. അന്നൊരു ചെറിയ എന്താ പറയുക, വലിയ പ്രയാസം തോന്നിയിട്ടില്ലെങ്കിലും കാത്തിരുന്നല്ലോ. പിന്നെ ഞാൻ 2005 പിന്നെ ഒരു കഥ എഴുതുകയും UAE ഗൾഫിലെത്തി കുറേ മത്സരങ്ങൾ സംഘടിപ്പിച്ച ഒരു മത്സരത്തിൽ ആ കഥയ്ക്ക് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും എഴുതുന്നത്. കാരണം നിമിഷങ്ങളിൽ എഴുതുന്ന കവിതയാണ്, അത് വിൽക്കാനാണ് ഇത്തിരി. ഞാനൊരു കവിത വിൽക്കാൻ ഇത്തിരി നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രാസ കവിതയാണ്. അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും കൊണ്ട് തുടങ്ങുന്ന കവിതയാണ്. ശരിക്കും ഇത്ര നാളും എൻ്റെ ഒരു ഇഷ്ടത്തിന് എഴുതി ഒന്നും പഠിക്കാത്ത എഴുതിയോണ്ട് എൻ്റെ ഒരു ഇതായിരുന്നു അതിന് വന്നത്. ഇപ്പം എനിക്ക് പുസ്തകം ഇറക്കുമ്പോൾ ഒരു പേടിയുണ്ട്. കാരണം ഇനി ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുറത്തേക്ക് വരുമ്പോൾ അതെങ്ങനെയാണല്ലോ, നമ്മൾ ഇപ്പോൾ എൻ്റെതായ രീതിയിൽ നിന്ന് കുറച്ചുകൂടെ പഠിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്, ഒരു പേടി, ഭയം വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ പ്രണയ പരിണയം എന്ന് പറഞ്ഞാൽ പ്രണയം നയിക്കുന്നതാണ് സാഹിത്യം. നമ്മളെത്ര പ്രണയത്തിന് മാറ്റി വെച്ചാലും അത് എഴുതാതൊരു ഇത് ഒരു എഴുത്തുകാരി പൂർണ്ണമാക്കില്ല എന്ന് തോന്നിയിട്ടാണ് പിന്നെ അങ്ങനെ ഒരു ഇത് ഇതാക്കിയത്. ഒരുപാട് എഴുത്തുകളുണ്ടായിരുന്നു. 2001 മുതൽ ഇങ്ങോട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കാൻ ഉള്ള കവിതകൾ ഉണ്ടായിരുന്നു സത്യത്തിൽ എൻ്റെ അടുത്ത്. അത് നല്ലതുണ്ടാവാം. ലാസ്റ്റാണ് ഈ ഒരു കവിത ഇറക്കാൻ വിചാരിച്ച് രാമസ്വരം കൊടുത്തപ്പോൾ പുതഹസ്തമുള്ള ഇതുവരെ അങ്ങനെ ഒരുപാട് നല്ല പ്രോത്സാഹനം കിട്ടി. അപ്പോൾ ഇതൊക്കെ 2016 ഞാൻ പ്രാസ കവിത എഴുതുന്നത്. അന്നത് പത്രങ്ങളിലെയും നാട്ടിലെയും പിന്നെ ഗൾഫിലുള്ളയും മാധ്യമത്തിനും സിറാജ്, ഇവിടുത്തെ ദേശാഭിമാനി, അങ്ങനെ നാട്ടിലെ അവിടെയുള്ള ഒരുപാട് പത്രങ്ങളിലൊക്കെ എന്നെ കൊണ്ട് വന്നിരുന്നു. ടീച്ചർ വന്നിരുന്നു, ദേശാനൊക്കെ. പിന്നെ അത് അവിടെ നിന്നു, അതിന് എത്തിയില്ല. കാരണം അന്നത് ഭയങ്കര കട്ടിയായിരുന്നു. ഒരു പെട്ടെന്ന് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലായിരുന്നു. കാരണം പ്രാസകവിത നമുക്കറിയാം, പീഠം ഡാവിച്ചിട്ട് കവിതയാൽ ആരും വായിക്കും, ഡാൻസിലാണെങ്കിൽ ഡാവിച്ചിട്ട് ആരും വായിക്കും, നമ്മൾ കാപാലം വെച്ച് വായിക്കും. അപ്പോൾ അത് ഇത്തിരി റിസ്ക് ആയിരുന്നു. അപ്പോൾ 2016 എഴുതിയെങ്കിലും ഈ ഒരു കഴിഞ്ഞ 3 മാസമാണ് ശരിക്കും അതിന് വേണ്ടി എഴുതി ഒന്ന് അതിനെ നീക്കിയെടുത്തതെന്ന് പറയാം. എഴുതിയിട്ട് 10 കൊല്ലമായെങ്കിലും അതിനൊന്ന് നീക്കിയത് ഇപ്പോഴാണ്. അങ്ങനെയാണ് ഇപ്പോൾ പുസ്തകം എനിക്ക് പഠിക്കാനിരിക്കുന്ന കൂടുതൽ കവിതയെക്കുറിച്ചും മറ്റുള്ളവരുടെ നല്ല എഴുത്തുകളെക്കുറിച്ചും എനിക്ക് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ പ്രകാശിക്കുന്നത്. നമ്മളെന്ത് ചിന്തിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്ന് നമ്മളല്ലാതെ മറ്റു ചില ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ആധുനിക പൗര സമൂഹം എന്ന നിലയിൽ നിന്ന് പിന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ, അത് അപകടകരമാണ് എന്ന തിരിച്ചറിവ് എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഉറപ്പാക്കുന്നു. തുടങ്ങി 374 പ്രസിദ്ധീകരിച്ച കവിതകൾ, 302 ചലച്ചിത്രങ്ങളിലായി 1218 സിനിമാ ഗാനങ്ങൾ, അതായത് റിലീസ് ചെയ്ത സിനിമകളിൽ 1218 സിനിമാ ഗാനങ്ങൾ, 24 റിലീസ് ചെയ്യാത്ത സിനിമ, പൂവല്ല ഉന്തലിരല്ല എന്ന് പറയുന്ന ജെറി അമർദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം ഉൾപ്പെടെ റിലീസ് ചെയ്യാത്ത 24 ഗാനങ്ങൾ, 160ഓളം ഇതര വിപ്ലവ ഗാനങ്ങളും അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളുമൊക്കെ ആയിട്ട് 160ഓളം ഗാനങ്ങൾ, ഒരു ഗാനനാടകം. അതിനുമപ്പുറം ഇത്രയൊക്കെ മതി ഒരു മനുഷ്യന് ഇന്ത്യയിലാവാം അല്ലേ, ഇത്രയൊക്കെ ഒരു മനുഷ്യന് വിശ്രമമില്ലാതെ ജീവിക്കാൻ ഇത്രയൊക്കെ മതി. അതിനുമപ്പുറം 45 സിനിമകൾ സംവിധാനം ചെയ്തു. 1971 മാത്രം ഞാൻ തിരിച്ച വർഷത്തിൽ 71 മാത്രം 6 സിനിമകൾ, 12 ചിത്രങ്ങളുടെ നിർമ്മാണം, 7 ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും ഉൾപ്പെടെ 7 ചിത്രങ്ങളുടെ പിന്നൊരുക്കും, ഈ പരമ്പര 2 ഒരേ കഴിയും. ഇത്രയും മഹത്തരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഈ ഭാസ്കരൻ മാഷ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് വാസ്തവത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവിതകൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത്ര സമഗ്രമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഈ മനുഷ്യൻ എന്ന് തിരിച്ചറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ജീവിതത്തിലുള്ളത്. കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ, കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ, മണിവീണ കമ്പികളെ ആനന്ദമാധുരി ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ.
നിങ്ങളുടെ ഗാനം നിർത്തരുതേ. ഇങ്ങനെ എത്രയോ ഗാനങ്ങളുടെ ഒരു വസന്തം തന്നെ മലയാളത്തിൽ നൃത്തം. അവസാനിക്കുന്ന അങ്ങനെയാണ്. വേദയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ വെറുതെ കയ്യും കുത്തി നടക്കണം. വളരെ നിസ്വാർത്ഥമായ എങ്ങനെ പി ഭാസ്കരൻ അതിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ആദ്യാക്ഷര പ്രാസം, ദ്വിതീയാക്ഷര പ്രാസം, അതായത് വലിയ കവിതയിലെ ആദ്യത്തെ അക്ഷരം ഒന്നായി തീരുക. അതിന് ഈ മാപ്പിളപ്പാട്ടുകൾ പ്രകാരം അത് പറയുന്നത് കമ്പി എന്നാണ്. ദ്രാവിഡ നൃത്തത്തിൽ നമ്മളതിന് മോന എന്ന് പറയും. ആദ്യാക്ഷര പ്രാസത്തിന് മോന, കമ്പി. അതുപോലെ തന്നെ കഴുത്ത് ദ്വിതീയാക്ഷര പ്രാസം. അപ്പോൾ ഇതൊക്കെ സാധാരണ മലയാള പദങ്ങൾ ഉപയോഗിച്ചിട്ട് കരയല്ലേ കൽവിൻ കനിയെ, കൽബ് എന്നുള്ളൊരു വാക്ക് അവിടെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സംസ്കാരം. ഭാസ്കരൻ മാഷിൻ്റെ ഒരു പാട്ടില്ലാതെ പോകുന്നത് വലിയ കഷ്ടമല്ലേ? ആരാണ് നമുക്ക് ഭാസ്കരൻ മാഷെന്ന് ഓർമ്മിപ്പിക്കുക? കരോക്കി ഉപയോഗിച്ച് പാടുന്ന പാട്ടുകളെ യൂട്യൂബ് അംഗീകരിക്കാത്തതുകൊണ്ട് അത്തരം പാട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പൂരയുണ്ട്. എല്ലാരും ചൊല്ലണം, എല്ലാരും ചൊല്ലണം, കല്ലാണ് കൈ കല്ലാണ്, കൈ കല്ലാണ് നെഞ്ചിനെന്ന്. എല്ലാരും ചൊല്ലണം, എല്ലാരും ചൊല്ലണം, കല്ലാണ് നെഞ്ചിനെന്ന്. കൈ കല്ലാണ്, കൈ കല്ലാണ് നെഞ്ചിനെന്ന്. ചക്കര ചൂടാണ് കണ്ടതയ്യ. എല്ലാരും ചൂടൻ, എല്ലാരും ചൂടൻ, കല്ലാണ് നെഞ്ചിലെന്ന്. കൈ കല്ലാണ്, കൈ കല്ലാണ് നെഞ്ചിലെന്ന്. പക്ഷേ ഭാസ്കരൻ മാഷിന്റെ പേരിൽ നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്ന വലിയ ഭീമൻ പരിപാടികളൊക്കെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഭാസ്കരൻ മാഷെ ആത്മാവിൽ ഏറ്റുവാങ്ങുന്ന, അദ്ദേഹത്തെ മുഴുവനായും അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന ഇത്തരത്തിലുള്ളൊരു കുഞ്ഞു സംഘത്തിൻ്റെ പാട്ടുകളൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ലാസ്റ്റ് ചാൻസ് എന്നുള്ള പേരിൽ ആർക്കെങ്കിലും ഒരാൾ കൂടി ഒരു പാട്ട് പാടി അവസാനിപ്പിക്കും. പാദസരം കുലുങ്ങിയല്ലോ പാലൊടി ചന്ദ്രികയിൽ പിൻമന്ദഹാസം കണ്ടുവല്ലോ പാലൊടി ചന്ദ്രികയിൽ പിൻമന്ദഹാസം കണ്ടുവല്ലോ പാതിരാത്തിൽ നിന്റെ പട്ടുമാകിളകി പാതിരാത്തിൽ നിന്റെ പട്ടുമാകിളകി കടലിൽ
താങ്ക്സ് ഫോർ വാച്ചിങ്.